ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ കൊടുമുണ്ട നേർച്ചക്കാട്ടെ, നമ്മുടെ പട്ടാമ്പി കൊടുമുണ്ട. ഞാനിപ്പോൾ നിൽക്കുന്നത് കാരക്കൂത്താണ്. ഇവിടുന്ന് കുറച്ചും കൂടി പോകാനേ ഉള്ളൂ. കൊടുമുണ്ട നേർച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് നമ്മൾ കൊടുമുണ്ട നേർച്ച വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രാവിലത്തെ പരിപാടിക്ക് തന്നെ ഗംഭീരമായിരിക്കും. ഒരുവിധം എല്ലാ ആനകളും ഇറക്കിയിട്ട് എല്ലാ ആനകളും പാടുള്ള ഗജസംഗമവും കൊടിയേറ്റും അതുപോലെ തന്നെ എല്ലാ ആനകളുടെ തലപ്പൊക്കും അങ്ങനത്തെ കുറച്ച് പരിപാടി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം ഉണ്ടാകുന്നുണ്ടാവും. സോ എന്തായാലും നമുക്ക് നേരെ പോയി നോക്കി നോക്കാം. എന്തായാലും ഇപ്പോൾ സമയം ഒട്ടും ആയിട്ടില്ല, 7 മണി ആയിട്ടുള്ളൂ. നമുക്ക് നേരെ പോയി നോക്കിയല്ലേ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മളിത് ഇവിടെ ഇട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടി പോകാനുള്ളൂ അങ്ങോട്ട്. ഓക്കെ, ഗൈസ് ദേ അവിടെ ഒരു ആന കൊണ്ടുവന്നു. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ടീം തുടക്കുന്നത്. PK പുത്തൻകാവില. ഗൈസ് നമ്മളിവിടെ ചായ അടിക്കാൻ കേട്ടോ. നമ്മളിവിടെ ചായ അടിക്കാൻ കയറിയത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ലോറിയിൽ വന്നതാണ് തോന്നുന്നു. എന്തായാലും നമുക്ക് കണ്ട് സെൻറ്റർക്കല്ല കേട്ടോ. അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ്. പേര് പറഞ്ഞോ, പേരെന്താ? എൻ്റെ നാസിം. നിങ്ങളെ വീട് ഇവിടെ പരിപാടി ടൈം പിടിക്കുമോ? ഇവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. പേരെന്താ? അവരുടെ ഫ്രണ്ട്സാണ്. ഹാത്തിവാൻ്റെ ഇതാണ്. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ കൊടുമുണ്ടന്നെ കേട്ടോ. ഇവിടെ അങ്ങോട്ട് കുറച്ചാണ് ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ക്യാഷ് ഉണ്ടായിരുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് ചെന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഓരോ സ്ഥലത്തു നിന്ന് ഓരോ ടീമിൽ നിന്ന് ആനകൾ വന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ അവിടുന്ന് ടീമിൽ നിന്ന് ഇറങ്ങുന്ന ടൈം ആവുന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ക്യാഷ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ചെന്ന് നോക്കട്ടെ. അവിടെ ഇപ്പോൾ ഏതെങ്കിലും ആന ഉണ്ടാവണം, ഏതെങ്കിലും ചെന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഇരുന്നാൽ കേട്ടോ. ഇവിടെ നല്ല രസമാണ് ഇവിടെ നോക്കുന്ന ടൈമിൽ. ഞാൻ 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളും വരായിരുന്നു. പനിയും ജലദോഷം ഇപ്പോഴും വിട്ടിട്ടില്ല. ഒച്ചയടപ്പൊക്കെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടായിരുന്നു 2-3 ദിവസം ഗ്യാപ്പൊക്കെ വന്നത്. നാളെ എന്തായാലും നമ്മുടെ കൂറ്റനാട് നേർച്ചക്ക് പോയി നോക്കണം രാവിലെ തന്നെ കേട്ടോ. ഓക്കെ, നമ്മൾ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ വീട്ടിൻ്റെ അവിടെ ഒരു ആന ഉണ്ട് കേട്ടോ. അതൊക്കെ ഇറങ്ങാൻ ടൈം ആവുന്നേ ഉള്ളൂ. നമ്മളവിടെ നിന്ന് അങ്ങനെ പോകുന്നു. ഇവിടെ കൊടുമുണ്ട ഗേറ്റിൻ്റെ അവിടെ ഇട്ടോ. ഇവിടെ ഇതാ അവിടെ നമ്മുടെ കീഴോട്ട് ശ്രീകണ്ഠൻ ആന വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടത്തിട്ട് ഇവിടെ വന്നറിയിക്കുന്നത്.
ഐശ്വര്യവിടെ ലിബർട്ടി ഉണ്ണിക്കുട്ടനെ ഇവിടെ ഇവിടെ നിർത്തിക്കേട്ടോ. ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്. ഒരു 11 മണിയാകുമ്പോഴത്തേനും ഒരുവിധം എല്ലാ ടീമുകളും വന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച പള്ളിരാണ്ട് വരുന്നുണ്ടാവും. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെ പ്രത്യേക അറിയിക്കൽ കല്ലിക്കൽ എത്രയും പെട്ടെന്ന് യാദവ് സെന്ററിൽ എത്തിച്ചേരുക. വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഇവിടെ എത്തിച്ചേരാനുള്ള എല്ലാ ഉപഘോഷ കമ്മിറ്റികൾക്കും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെ പ്രത്യേക ആശംസ അറിയിക്കുന്നു. കല്ലിങ്ങൽ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെ പ്രത്യേക അറിയിപ്പ്. ടീം കല്ലിങ്ങൽ എത്രയും പെട്ടെന്ന് യാദവ് സെന്ററിൽ എത്തിച്ചേരുക. കമ്മിറ്റിയുടെ പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. കൊടികയറ്റം ആരംഭിക്കുകയാണ്. നറുക്കെടുപ്പ് നടക്കുന്നു. കൊടികയറ്റത്തിന്റെ നറുക്കെടുപ്പ് നടക്കുന്നു. കേന്ദ്ര കമ്മിറ്റി മോൻ കുടുംബ 71-ാം നേർച്ചയോടനുബന്ധിച്ചുള്ള നറുക്കെടുപ്പ് നടക്കുന്നു. മംഗലാകുന്ന് ശരണയ്യപ്പനെ സമയം പുതുപ്പട നേർച്ചാഘോഷ കമ്മിറ്റി മംഗലാകുന്ന് ശരണയ്യപ്പനെ കൊടിമരത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. പുതുപ്പട വിഭാഗ കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയുമായി സഹകരിക്കുക. കൊടിമരത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. പുതുപ്പട ഉപഘോഷ കമ്മിറ്റി കൊടിമരത്തിലേക്ക് ആനയെ കൊണ്ടുവരേണ്ടതാണ്. മംഗലാകുന്ന് ശരണയ്യപ്പൻ കൊടുമുണ്ട 71-ാം നേർച്ചക്ക് കൊടികേറ്റത്തിന് അർഹനായ പുതുപ്പടയുടെ മംഗലാകുന്ന് ശരണയ്യപ്പൻ
ന്യൂ സംഗീത തിരൂര് പുതുപ്പട വിഭാഗാശ്വ കമ്മിറ്റിയുടെ ബാൻഡ് വാദ്യം ന്യൂ സംഗീത തിരൂര് കൊടിമരത്തിന്റെ അവിടെ എത്തിച്ചേരുന്നതാണ്. ന്യൂ സംഗീത തിരൂരിന്റെ എല്ലാ ബാൻഡ് കലാകാരന്മാരും കൊടിമരത്തിന്റെ അവിടെ എത്തിച്ചേരുന്നതാണ്.